നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ നെല്ല് സംഭരണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നു. വ്യവസ്ഥകൾ പാലിക്കാൻ മില്ലുടമകൾ തയ്യാറാകണമെന്ന് കർഷകർ. പാല ഉള്ളനാട്ടിൽ വൻ ലഹരിവേട്ട. 300 പാക്കറ്റ് മെഫൈൻ ടെർമൈൻ സൾഫേറ്റ് പിടികൂടി. ഉള്ളനാട് സ്വദേശി ജിതിൻ എക്സൈസിന്റെ പിടിയിൽ. മരുന്ന് വരുത്തിയത് കൊറിയർ സ്ഥാപനം വഴി ഓർഡർ ചെയ്തു. കഞ്ഞിക്കുഴിയിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പുതിയ സംവിധാനം. റബ്ബർ ഡിവൈഡർ സ്ഥാപിച്ചു. ഡിവൈഡർ സ്ഥാപിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിൽ. മുത്തോലിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. അയ്യപ്പൻകോവിൽ സ്വദേശി മരിച്ചു. ബൈക്ക് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട്. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ നെല്ല് സംഭരണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നു. കെട്ടിക്കിടക്കുന്ന നെല്ല് എത്രയും വേഗം സംഭരിക്കണമെന്ന് മില്ലുടമകളോട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെൽകർഷക സമിതി ദിവസങ്ങളായി നടത്തിവന്ന സമരത്തിനാണ് ഫലം കാണുന്നത്. കോട്ടയം ജില്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖലയിലെ കീറാമുട്ടിയായി നിന്ന നെല്ല് സംഭരണ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ടത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വിവിധ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുകയാണ്. 2 ആഴ്ചയേറെയിലായി കൊയ്ത്ത് കഴിഞ്ഞിട്ട്. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്തതിനെ തുടർന്ന് വഴിയോരങ്ങളിൽ നെല്ല് കൂന കൂടി കിടക്കുകയാണ്. വേനൽ മഴ എത്തിയതോടെ നെല്ല് നനഞ്ഞു നശിക്കുമെന്ന പേടിയിലായിരുന്നു കർഷകർ. മില്ലുകൾ കിഴിവ് കൂടുതൽ ആവശ്യപ്പെട്ടതാണ് സംഭരണം ദിവസങ്ങളോളം നീളാൻ കാരണം. അതേസമയം നിലവിലെ വ്യവസ്ഥകൾ പാലിച്ച് സംഭരണം പുനരാരംഭിക്കണമെന്ന് ജില്ലാ കളക്ടർ മില്ലുടമകളോട് കർശനമായി നിർദ്ദേശിച്ചു. അതേസമയം വ്യവസ്ഥകൾ പാലിക്കാൻ മില്ലുടമകൾ തയ്യാറാകണമെന്നും ഗുണനിലവാരം സംബന്ധിച്ച് തർക്കമുണ്ടായാൽ രമ്യമായി പരിഹരിക്കാൻ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. വേനൽ മഴ മൂലം നെൽച്ചെടികൾ പാടത്ത് വീണ് കിടക്കുന്നു. ഈ നെല്ല് മുഴുവൻ കിളർത്ത് തുടങ്ങിയിട്ടുമുണ്ട്. ഇവ കൊയ്തെടുക്കാനും സാധ്യമല്ല. കൂടാതെ പാടത്ത് വെള്ളം കയറിയാൽ കൊയ്ത്തിയന്ത്രം ഇറക്കുവാനും ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ കൊയ്ത്ത് വേഗത്തിലാക്കാൻ കർഷകർ പെടാപ്പാട് പെടുകയാണ്. മഴ വ്യവസ്ഥ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെല്ല് മുഴുവൻ കൊയ്യാനുള്ളത് ചാഞ്ഞു കിടക്കുകയും കൊയ്തത് കരയ്ക്ക് കയറിയെന്ന് പറഞ്ഞാലും അത് വെള്ളത്തിൽ കിടന്ന് മുഴുവൻ കിളർപ്പ് അടിവശം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞോട്ടെ കിളിർത്ത നെല്ല് കരയ്ക്ക് കയറ്റുന്നതിന് തൊഴിലാളികളെ കിട്ടാതെ വന്നു. ബംഗാളികളെ ഞങ്ങൾ വിളിച്ചു. ബംഗാളികൾ 1 ഏക്കർ നെല്ല് കരയ്ക്ക് കയറ്റുന്നതിന് 2000 രൂപ പ്രകാരം. അങ്ങനെ ഞങ്ങൾ 7 ഏക്കറോളം കടം മേടിച്ചു. അല്ലാതെയൊക്കെ ഞങ്ങൾ കൃഷി ചെയ്ത് വന്നതാണ്. അതിന് അത്രയും പൈസയായി. അതുകൂടാതെ തന്നെ കിളിർത്ത നെല്ല് ഇന്നിപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരായ 2-3 പേരെ നിർത്തി ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ മൂടിയിട്ടിരിക്കുന്ന നെൽക്കൂനകളുടെ അടിഭാഗത്ത് മഴയെ തുടർന്ന് നനവായിട്ടുണ്ട്. ഈ നെല്ല് മറിച്ചിട്ടുണക്കുന്നതിനും വലിയ കൂലി നൽകണം. മാത്രമല്ല റോഡ് സൈഡിലേക്ക് നെല്ല് എത്തിക്കണമെന്ന മില്ലുടമകളുടെ ആവശ്യവും കർഷകർ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനും വലിയ കൂലിയാണ് നൽകേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയും കിഴിവിന്റെ പേരിൽ സംഭരണം തടസ്സപ്പെട്ടാൽ കർഷകർക്കുണ്ടാകുന്നത് ഭീമമായ നഷ്ടമാണെന്ന് ഇവർ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യങ്ങളിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല ഉള്ളനാട് ഭാഗത്ത് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ മയക്കുമരുന്നായി ദുരുപയോഗം ചെയ്തുവരുന്ന മെഫൻ ടെർമൈൻ സൾഫേറ്റ് ശേഖരം പിടികൂടി. ഉള്ളനാട് സ്വദേശി ചിറക്കൽ ജിതിൻ ജോസ് പിടിയിലായി. 300 പാക്കറ്റുകളാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. കൊറിയർ സ്ഥാപനം വഴി ഓർഡർ ചെയ്താണ് മരുന്ന് വരുത്തിയത്. പാല എക്സൈസ് റേഞ്ച് ടീം ഉള്ളനാട് ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ കൊറിയർ മുഖാന്തരം എത്തിച്ച മെഫർടെർമൈൻ സൾഫേറ്റിന്റെ 300 പാക്കറ്റുകൾ പിടികൂടി. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളനാട് സ്വദേശിയായ കണ്ണൻ എന്ന ജിതിൻ ജോസിനെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾക്ക് ബദലായി ഞരമ്പുകളിൽ ഇഞ്ചക്ട് ചെയ്താണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. പാല എക്സൈസ് റേഞ്ചിന്റെ പരിധിയിൽ വ്യാപകമായി ലഹരിക്കായി ഇത് ഉപയോഗിച്ചു വരുന്നതായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരൻ ജിതിൻ പിടിയിലായത്. ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാതിരിക്കാൻ നൽകുന്ന മരുന്നാണ് വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നത്. 140 രൂപയ്ക്ക് വരുന്ന മൈൻടെർമൈൻ 500 രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത്. ഞരമ്പുകളിൽ ഇൻജക്ട് ചെയ്യുന്നതിനാൽ എയ്ഡ്സ് അടക്കമുള്ള മാരക രോഗങ്ങളും ഗുരുതര ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് ഇത് കാരണമായേക്കാം. പിടിച്ചെടുത്ത മെഫൻടെർമൈൻ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. 3 വർഷം മുതൽ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ഈ കേസിൽ പ്രതിക്ക് ലഭിച്ചേക്കാം. റെയ്ഡിൽ പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബി, എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, ഡ്രഗ് ഇൻസ്പെക്ടർമാരായ ബബിത കെ വാഴയിൽ, താര എസ് പിള്ള, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ കെ വി, പ്രിവന്റീവ് ഓഫീസർ മനു ചെറിയാൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ്, അക്ഷയ് കുമാർ, എം വനിത, സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സി ബി, സിവിൽ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു VR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിദേശ രാജ്യങ്ങളിലെ ഗതാഗത നിയന്ത്രണ സംവിധാനം കോട്ടയം കഞ്ഞിക്കുഴിയിലും. റബ്ബർ ഡിലൈനർ എന്ന ഡിവൈഡർ സംവിധാനമാണ് കഞ്ഞിക്കുഴിയിൽ സ്ഥാപിച്ചത്.
കോട്ടയം കഞ്ഞിക്കുഴിയിൽ ആധുനിക രീതിയിലുള്ള ഗതാഗത നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തി. കോട്ടയം ഈസ്റ്റ് പോലീസാണ് റബ്ബർ ഡിലൈനേറ്റർ എന്ന ആധുനിക ഡിവൈഡർ സംവിധാനം സ്ഥാപിച്ചത്. റബ്ബർ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ഡിവൈഡർ സംവിധാനത്തിന് 10 വർഷം വരെ ആയുസ്സുണ്ടാവും. നീളമേറിയ സ്ക്രൂ ഉപയോഗിച്ചാണ് ഇവ റോഡിൽ ഉറപ്പിക്കുന്നത്. മറ്റ് ബാരിക്കേഡുകൾ അപേക്ഷിച്ച് ഇവ കാറ്റടിച്ചാൽ വീഴുകയില്ല. യാത്രക്കാരുടെ കണ്ണുമറയ്ക്കുകയുമില്ല. 3 മാസത്തിലൊരിക്കൽ പ്രത്യേക ക്ലീനിംഗ് ലൈന് ഉപയോഗിച്ച് ഇവയിലെ റിഫ്ലക്ടറുകൾ കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി. സാധാരണ ബാരിക്കേഡുകൾ അപേക്ഷിച്ച് വളരെ സുരക്ഷിതമാണ് ഇവ. മറ്റു വാഹനങ്ങൾ ഇടിച്ചാലും കേടുപാടുകൾ സംഭവിക്കില്ല. താരതമ്യേന ഇടുങ്ങിയ ജംഗ്ഷനായ കോട്ടയം കഞ്ഞിക്കുഴിയിൽ ലൈൻ തെറ്റിച്ച് വാഹനങ്ങൾ എത്തുമ്പോഴാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. ഇത്തരം